ഇതൊരു ഇംപെക്സ് എന്ന ബ്രാൻഡിൻ്റെ ബീറ്റ് ബീം SB4000 എന്ന സൗണ്ട് ബാറാണ്. അതുപോലെ ബോട്ട് 1-2 കമ്പനികളിൽ കൂടെ ഇതേ സെയിം ബോർഡ് വെച്ചിട്ടുള്ള സൗണ്ട് ബാറുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഓൺ ആവാത്ത കംപ്ലൈൻറ്റാണ്, അതായത് പവറൊന്നും കാണിക്കുന്നില്ല, ഇൻഡിക്കേഷൻ ഒന്നും വരുന്നില്ല. നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ ഒരു ഡിസൈനും അതുപോലെ ബാക്കിലെ പോർട്ടുകളും ബ്രാൻഡിങ്ങും ഒക്കെ കാണാൻ പറ്റും. സോ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്ലഗ് ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ പ്ലഗെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ ബോർഡ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഈ പ്ലാസ്റ്റിക് പോർഷനുള്ള ആ ഒരു കവർ റിമൂവ് ചെയ്ത് അതിനകത്താണ് ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലാണ് ബോർഡ് ഇതിൻ്റെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കണക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്ത് ആ ബോർഡൊന്ന് പുറത്തോട്ട് എടുക്കാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഔട്ട്പുട്ടൊക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്തരത്തിൽ കണക്ടേഴ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. മെയിൻ കോഡായി, അതായത് പുറത്തുനിന്ന് വരുന്ന AC കോഡ് മാത്രമാണ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം തന്നെ ജസ്റ്റ് കൈകൊണ്ട് വലിച്ചാൽ റിമൂവായി വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബോർഡ് പ്ലാസ്റ്റിക് പോർഷൻ റിമൂവ് ചെയ്യാനായി 4 സ്ക്രൂ കോർണറിലായിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്താൽ മാത്രമേ PCB അതിൽ നിന്ന് പുറത്തോട്ട് വരത്തുള്ളൂ. അതുപോലെ സബ് വൂഫറുള്ള ഔട്ട്പുട്ടുള്ള ആ കണക്ടറും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ബോർഡ് ചെക്ക് ചെയ്ത സമയത്ത് ഫിസിക്കലായിട്ടുള്ള ഡാമേജുകളോ അല്ലെങ്കിൽ കമ്പോണൻറ്റ് വൈസ് അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും കണ്ടില്ല. സോ അതുകൊണ്ട് നമ്മളൊന്ന് റിമൂവ് ചെയ്ത് PCB വോൾട്ടേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ആദ്യം തന്നെ ബോർഡ് PCB റിമൂവ് ചെയ്തെടുക്കുന്നത്. മീറ്റർ ഉപയോഗിച്ച് പ്രൈമറി ഫിൽറ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ടേജ് എത്രയുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഓൺ കണ്ടീഷനല്ല, ഒരു ഏകദേശം ഒരു 40 വോൾട്ടേജ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ PCBയുടെ പ്രൈമറി സെക്ഷൻ ഓക്കെയാണ്, അത് റെക്ടിഫയർ സെക്ഷൻ ഓക്കെയാണ്. അതുകൊണ്ടാണ് കപ്പാസിറ്ററിൽ ചാർജ് നിൽക്കുന്നത്. അതുപോലെ 350 വോൾട്ട് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ മോസ്ഫെറ്റ് ഷോർട്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യം. പക്ഷേ ഇവിടെ മോസ്ഫെറ്റ് ഷോർട്ടല്ല എന്ന് തോന്നുന്നു, കാരണം വോൾട്ടേജ് അതിനകത്ത് കപ്പാസിറ്ററിനകത്ത് സ്റ്റോറായി നിൽക്കുന്നില്ല. എങ്കിൽ നമുക്ക് മോസ്ഫെറ്റ് ഒന്ന് റിമൂവ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഷോർട്ടാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ ബോട്ടം സൈഡിലെ റീസോൾഡിങ് ഗണ്ണ് ഉപയോഗിച്ച് ലെഡ് നമുക്ക് റിമൂവ് ചെയ്ത് മോസ്ഫെറ്റ് ഒന്ന് പുറത്തെടുക്കാം. അത് ഹീറ്റ് സിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഡീസോൾഡിങ് പമ്പ് ഉപയോഗിച്ച് ലെഡ് റിമൂവ് ചെയ്താലും ആ ഹീറ്റ് സിങ്കിലായിട്ട് ഫിക്സ് ചെയ്തില്ല സ്ക്രൂ റിമൂവ് ചെയ്താൽ മാത്രമേ ആ മോസ്ഫെറ്റ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ. ഡീസോൾഡിങ് ഗണ്ണ് ഉപയോഗിച്ച് മോസ്ഫെറ്റ് PCBയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റ് സിങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ക്രൂ റിമൂവ് ചെയ്ത് മോസ്ഫെറ്റ് നമുക്ക് പുറത്തോട്ട് എടുക്കാം. മോസ്ഫെറ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ പുറത്തോട്ട് നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കും. എടുത്തതിന് ശേഷം നമുക്ക് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഷോർട്ടൊന്നുമില്ല. അതുപോലെ ഒരുവിധം നമ്മൾ കമ്പോണൻസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ ഷോർട്ടൊന്നും കാണിക്കില്ല. പിന്നെ നമുക്കുള്ളത് ഇതിനകത്ത് ഓസിലേറ്റർ IC ആണ്. അതായത് പ്രൈമറി സെക്ഷനിൽ വരുന്ന ഈ മോസ്ഫെറ്റിനെ സ്വിച്ച് ചെയ്യിക്കുന്ന ഓസിലേറ്റർ IC ആണ് ഇനി നമുക്കുള്ളത്. അതൊന്ന് റിമൂവ് ചെയ്ത് നമുക്ക് നോക്കാം. റിമൂവ് ചെയ്തിട്ട് ഈ IC സെയിം നമ്പർ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഓപ്ഷനാണ് ചെയ്യുന്നത്, വേറെ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇത് റിപ്പയർ ചെയ്യുന്നത്. STR മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ PCB പ്രൈമറി സെക്ഷൻ ഓൺ ചെയ്യുന്നത്. അതിന് 5 കണക്ഷനുള്ള STR മൊഡ്യൂളാണ് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ STR മൊഡ്യൂൾ പല പവർ സപ്ലൈയിലും നമുക്ക് റിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനകത്ത് 5 കണക്ഷനുള്ളൂ. അതായത് റെഡ്, അതുപോലെ ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഇത്തരത്തിൽ 5 കണക്ഷനാണ് വരുന്നത്. അതിൽ ബ്ലാക്കും റെഡും മെയിൻ ഫിൽറ്ററിൻ്റെ പോസിറ്റീവിനായിട്ട് ഫിക്സ് ചെയ്യണം. അതുപോലെ യെല്ലോ വയർ മോസ്ഫെറ്റിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ടും കണക്ട് ചെയ്യുക. അതുപോലെ വൈറ്റ് വരുന്ന ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിലും, അതുപോലെ റെഡ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ഷനിലെ കപ്പാസിറ്റർ, ചെറിയ കപ്പാസിറ്ററായ 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലുമാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചിങ് പ്രോപ്പറായി നടക്കുകയും ഔട്ട്പുട്ടിലോട്ട് പവർ എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന STR മൊഡ്യൂൾ ഇതാണ്. ഏകദേശം ഒരു 60 രൂപയോളം വില വരുന്ന ഒരു STR മൊഡ്യൂളാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പവർ സപ്ലൈ ഓൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. കണക്ഷൻ ഡയഗ്രം നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ കപ്പാസിറ്ററിൻ്റെ ലെഗിലും അതുപോലെ ബോട്ടം സൈഡിലും എവിടെയാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അവിടെ കുറച്ച് ലെഡ് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വളരെ ഈസി ആയിട്ട് ഈ മൊഡ്യൂൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. STR മൊഡ്യൂൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഇൻപുട്ട് കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
അതിനായിട്ട് AC കോഡ് കണക്ട് ചെയ്ത് ഓൺ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് സെക്ഷനിൽ 24 വോൾട്ട് എന്ന് മാർക്ക് ചെയ്ത പോർഷനിൽ മൾട്ടിമീറ്റർ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. DC ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്തരത്തിലാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മീറ്റർ വെച്ചൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 24 വോൾട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് PCB ഔട്ട്പുട്ട് കാണിക്കുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡറിയിൽ. ഇപ്പോൾ പ്രൈമറി ചാർജ് ആയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 24 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 24 വോൾട്ട് DC എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മൾട്ടിമീറ്റർ പ്രോബ് വെച്ചും ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം ഒരു 23 വോൾട്ടോളം അവിടെ സപ്ലൈ വരുന്നുണ്ട്. നമ്മുടെ PCB ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ കണക്ഷൻസ് എല്ലാം കൊടുത്ത് ഫ്രണ്ട് പാനലും അതുപോലെ ഡിസ്പ്ലേ എല്ലാം കണക്ട് ചെയ്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് മോസ്ഫെറ്റ് എവിടെയും തട്ടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്തതിന് ശേഷം ആ മോസ്ഫെറ്റ് ആ ഹീറ്റ് സിങ്കിൽ തന്നെ അറ്റാച്ച് ചെയ്യണം. അത്തരത്തിൽ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ ഹീറ്റായിട്ട് മോസ്ഫെറ്റ് ഷോർട്ടായി പോകാനോ അല്ലെങ്കിൽ അത് ഫെയിലായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും ആ ഹീറ്റ് സിങ്കിൽ സ്ക്രൂ ഉപയോഗിച്ച് ആ മോസ്ഫെറ്റ് നമ്മൾ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ നാൾ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഓവർ ഹീറ്റായി അത് കമ്പോണൻറ്റ് ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശേഷം അത് പ്രോപ്പറായി തന്നെ ആ ഹീറ്റ് സിങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ പ്ലഗ് കണക്ട് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് അതുപോലെ ഓക്സ് എല്ലാം തന്നെ ഇൻപുട്ട് എല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്സ് അതുപോലെ വോളിയം കൺട്രോൾ എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് ഇനി ആ മോസ്ഫെറ്റ് ആ ഹീറ്റ് സിങ്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഫിക്സ് ചെയ്യുക ഹീറ്റ് സിങ്കിൽ ഫിക്സ് ചെയ്യാതെയാണ് ഓൺ ആക്കുന്നതെങ്കിൽ മോസ്ഫെറ്റ് ഓവർ ഹീറ്റായി ഇത് വീണ്ടും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻപുട്ട് കൊടുത്ത് അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലും കൊടുത്ത് പ്ലേ ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന മോസ്ഫെറ്റ് ആ ഹീറ്റ് സിങ്കിനകത്ത് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് മാത്രമേ ഫിക്സ് ചെയ്യാവൂ. ഇതിനകത്ത് ഹീറ്റിംഗ് കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളത് രണ്ടാമത് റീഫിക്സ് ചെയ്യാത്തത്, രണ്ടാമത് ആഡ് ചെയ്യാത്തത്. സോ ഇത്തരത്തിൽ നമ്മൾ ആ ഹീറ്റ് സിങ്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം PCB തന്നെ അത് അറ്റാച്ച് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് ആ കേബിളിൽ തന്നെ വെച്ച് സ്ക്രൂ ഉപയോഗിച്ച് PCB അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ആ മോസ്ഫെറ്റ് ബോഡിയുമായിട്ട് എവിടെയും ടൈറ്റ് അല്ലാതെ ഇത് പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ജാമായിട്ടോ അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടോ ഇരിക്കരുത്. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിനെയും അതുപോലെ അത് ഡാമേജ് ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം വയറെല്ലാം റീകണക്ട് ചെയ്ത് അതിൻ്റെ ബാക്കിലെ പോർഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ചില സൗണ്ട് ബാറുകളിൽ നമ്മൾ ഇത്ര STR മോഡിൽ വെച്ചാൽ അത് ആംബിയർ എടുക്കാത്തത് കൊണ്ട് ഫുൾ വോൾട്ടേജിൽ ഇടുമ്പോൾ അത് ഓഫായി പോകാറുണ്ട്. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം പ്രോപ്പറായിട്ട്. അത് കണക്ട് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഫുൾ വോളിയത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യാവൂ. കാരണം ചില സൗണ്ട് ബാറുകളിൽ ഇത്തരത്തിലുള്ള STR മോഡിൽ അതിന് ഔട്ട്പുട്ട് താങ്ങാതെ വരുമ്പോൾ അത് ഓഫായി പോകാറുണ്ട്. സിസ്റ്റം തന്നെ ഓഫായി പോകും. അത്തരത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഓണായിട്ടുണ്ട്. നമുക്കൊരു മ്യൂസിക് ഇൻപുട്ട് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.